ഹലോ, ഇന്നത്തേതൊരു സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പൈനാപ്പിൾ ഫ്രൈ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വട്ടത്തിൽ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്നത് പോലെ മസാല തേച്ച് പിടിപ്പിച്ച് എടുക്കാം. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. ഞാനിത് ട്രൈ ചെയ്തത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ്. കണ്ട പാടെ ഞാൻ കടയിൽ പോയി വേഗം ഒരു പൈനാപ്പിൾ വാങ്ങിക്കൊടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ആയിട്ടാണ് പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. ഇതേ മസാലയിലേക്ക് തന്നെയാണ് പൈനാപ്പിൾ വീണ്ടും ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് തന്നെയാണ് മസാല തേച്ച് പിടിപ്പിക്കുന്നത്. മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ വീട്ടിലെല്ലാവർക്കും നോമ്പായതുകൊണ്ട് തന്നെ ഇത് എരിവാണോ മധുരമാണോ ഇതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നോമ്പറക്കൽ കഴിഞ്ഞിട്ട് വേണം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കിതൊരു ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഇത് രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ തീ കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഫ്രൈ ചെയ്തെടുക്കൽ കഴിഞ്ഞ് ഇനി രണ്ടാം വട്ടം വീണ്ടും ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് വീണ്ടും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മളിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു രീതി. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മിൻറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഇത് ഉണ്ടാക്കി ഞാൻ കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് സൂപ്പറായിട്ടുണ്ടെന്ന്. ബ്രദറിന് കൊടുത്തപ്പോൾ ബ്രദർ പറഞ്ഞത് കോളായിട്ടുണ്ട്.